പുതിയ മദ്യത്തിന് പേര് നിർദ്ദേശിക്കാൻ ജനങ്ങളെ ക്ഷണിക്കുന്ന ഒരു കുറ്റായിട്ട് സർക്കാർ കടലാസിൽ ഞാൻ എങ്ങനെ എഴുതും? വേണ്ട, മദ്യത്തിന് പരസ്യം കൊടുക്കുന്ന ഗുരുതര കുറ്റകൃത്യാണല്ലോ, അങ്ങനെ എഴുതും. അയ്യോ, ഇത് പരസ്യമല്ല, ഇതാണ് ജനകീയ പങ്കാളിത്തം. ഓ, അത് ശരി. ഇത് ഈ നാട്ടിലെ സാധാരണ പൗരന്മാർ ചെയ്ത കേരള അബ്കാരി നിയമത്തിലെ 55H വകുപ്പ് പ്രകാരം മദ്യത്തിന് പരസ്യം നൽകുന്നതോ മദ്യത്തിന് ഏതെങ്കിലും രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നതോ കുറ്റകരമായിട്ട് കാണും. എന്നിട്ട് നിയമവിരുദ്ധമായിട്ടുള്ള പരസ്യമായി കണക്കിലെടുത്ത് 6 മാസം വരെ തടവോ 25,000 രൂപ പിഴയോ കൊടുക്കും. ഈ ഇൻസ്റ്റാഗ്രാം റീലുകളിലൊക്കെ ആരെങ്കിലും മദ്യം ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നത് കാണിച്ചാലോ അല്ലെങ്കിൽ ഈ മദ്യക്കുപ്പിയുടെ ലേബൽ കാണിച്ചാലോ ഒക്കെ അത് മദ്യപാനത്തിനുള്ള പ്രേരണയായിട്ടാണ് എക്സൈസ് കണക്കാക്കുക. ഒരുപാട് പേർക്കെതിരെ അങ്ങനെ കേസ് എടുത്തിട്ടുണ്ട്. ഇതിന്റെ തന്നെ വേറൊരു വേർഷനല്ലേ സർക്കാരും ചെയ്യുന്നത്. പുതിയ മദ്യത്തിന് പേര് നിർദ്ദേശിക്കാൻ പറയുന്നതും ആകർഷകമായ പേര് നിർദ്ദേശിക്കുന്നവർക്ക് ആകർഷകമായിട്ടുള്ള സമ്മാനം കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് എന്താ? മദ്യപാനത്തിനുള്ള പ്രേരണയല്ലേ, മദ്യത്തിനുള്ള പരസ്യമല്ലേ? ഇത് സർക്കാർ ചെയ്യുമ്പോൾ അത് ജനകീയ പങ്കാളിത്തവും സാധാരണക്കാരായ പൗരന്മാർ ചെയ്യുമ്പോൾ അത് മദ്യപാനത്തിനുള്ള പ്രേരണയാവുന്നത് എങ്ങനെയാ? നിയമത്തിന്റെ കണ്ണിൽ ഈ ബ്ലോഗർ ചെയ്യുന്നതും സർക്കാർ ചെയ്യുന്നതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. സർക്കാർ ഖജനാവിലേക്ക് ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്ന മദ്യവിൽപ്പന സുഗമമായിട്ട് നടത്തേണ്ടത് സർക്കാരിന്റെ ആവശ്യമാണ്. പക്ഷേ ഈ മദ്യപാനം നാടിന് ആപത്താണെന്നുള്ള ബോധവൽക്കരണം നടത്തുകയും ചെയ്യണം. ഒരേ സമയം കച്ചവടക്കാരന്റെ ലാഭക്കണ്ണും സദാചാരക്കാരന്റെ വടിയും കയ്യിൽ ഏന്തുന്നതിനെയാണോ ഈ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്?